ആ സമയത്ത് ഈ കേസ് 8 കൊല്ലം മുമ്പ് ഈ കേസിന്റെ ഒരു അറസ്റ്റിന്റെ സമയത്ത് ഇദ്ദേഹം ജയിലിൽ കിടന്നപ്പോഴാണ് രാമലീല എന്ന് പറയുന്ന ഒരു പടം ഇറങ്ങിയത്. രാമലീല എന്ന് പറയുന്ന പടം നച്ചല് പോലായിരുന്നു. ആ രാമലീല എന്ന് പറയുന്ന പടത്തിനകത്ത് ദിലീപിന്റെ റോൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ, അല്ലെങ്കിൽ അത് കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. കാരണം ഇതുപോലെ ഒരു കുരുക്കിനകത്ത് വളരെ കൃത്യമായിട്ട് ഈ പറയുന്ന ദിലീപ് ചെന്ന് വീഴുകയും ദിലീപിന് യാതൊരു കാരണവശാലും രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ അതുപോലെ അദ്ദേഹത്തെ ആ കേസിനകത്തുനിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഫ്രെയിം ചെയ്യുകയും അതിന്റെ പുറകിൽ നിൽക്കുന്നത് വളരെ വലിയ വലുപ്പത്തിലുള്ള രാഷ്ട്രീയക്കാരും അല്ലെങ്കിൽ സമ്പന്നരും ഒക്കെ ആവുകയും ചെയ്യുമ്പോൾ ദിലീപ് ആ കേസ് ഇങ്ങനെയല്ല അങ്ങനെയായിരുന്നു എന്ന് മാറി നിന്ന് വളരെ കൃത്യമായിട്ട് മറ്റൊരു രീതിയിൽ ആ കേസ് തെളിയിക്കുന്ന ഒരു അവസ്ഥയാണ്. അന്ന് പറഞ്ഞു ഇതെല്ലാം ദിലീപിന് അറിയാമായിരുന്നു കേട്ടോ, ദിലീപ് അന്ന് നച്ചല് പോലെ വന്നു, ദിലീപിന് അറിയാമായിരുന്നു, അല്ലെങ്കിൽ നേരത്തെ ഇങ്ങനെ ഒരു സിനിമ ഇയാൾക്ക് എങ്ങനെ എടുക്കാൻ പറ്റും, അപ്പം ഈ നടന്ന സംഭവം അല്ലെങ്കിൽ നടിയെ പീഡിപ്പിച്ച സംഭവം അതിനകത്ത് നടന്ന കാര്യങ്ങളൊക്കെ ദിലീപിന് അറിയാമായിരുന്നു, കണ്ടോ. അപ്പൊ ഇനി ഈ സിനിമ ഇറങ്ങുമ്പോൾ ഞാൻ കണ്ടില്ല. ആ സിനിമയില് പിന്നെ ദിലീപിന്റെ അമ്മയായ ശരത് കുമാറിന്റെ ഭാര്യ രാധികയ്ക്ക് വോയിസ് കൊടുത്തത് പിന്നെ ഭാഗ്യലക്ഷ്മിയാണ്. അതിപ്പോ ആരാണ്ട് അറിയോ? സിനിമ കാണുന്ന സാധാരണക്കാരന് ഇത് വല്ല മനസ്സിലാവും. സിനിമയ്ക്കകത്ത് അവർ സംസാരിക്കുന്ന ഭാഗ്യലക്ഷ്മി ഇങ്ങനെ ഒളിച്ചും പാത്തും ഇരുന്ന് കാര്യങ്ങളൊക്കെ നടത്തി മുന്നോട്ട് പോവുകയും ഒക്കെ ചെയ്യുന്നു. ഇപ്പൊ ഭാഗ്യലക്ഷ്മി ചെയ്യുന്ന പണിക്ക് ഭാഗ്യലക്ഷ്മി കൃത്യമായിട്ട് കാശ് കിട്ടുന്നുണ്ട്. ഞാൻ ആദ്യമേ തൊഴിലുറപ്പിന് പോകണമെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ തൊഴിലുറപ്പിനൊന്നും പോകണ്ട, ഒരു 3-4-5 തലമുറ ജീവിക്കാനുള്ള പൈസ ഇപ്പൊ ഈ റോഡിൽ ഇറങ്ങി സംസാരിക്കുന്നതിന് ഇത്രയും നാൾ സംസാരിച്ചതിനും കിട്ടിയിട്ടുണ്ട്. കാരണം ദിലീപിന്റെ കേസ് ഈ രീതിയിലാക്കുന്നതിനകത്ത് അല്ലെങ്കിൽ ഇപ്പോഴും ദിലീപിനെ കുറ്റക്കാരനാക്കി നിർത്തുന്നതിനും ദിലീപ് ഈ തിരിച്ചു വന്നെങ്കിലും അല്ലെങ്കിൽ കുറ്റമുക്തനായതിനു ശേഷം വീണ്ടും സജീവമാക്കാൻ ശ്രമിക്കുമ്പോഴും അയാളെ അതിന് അനുവദിക്കാതെ നിൽക്കുന്ന ഒരു വലിയ മാഫിയ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വീണ്ടും ഈ സിനിമാ ഫീൽഡിലേക്ക് വന്നാൽ വീണ്ടും അദ്ദേഹത്തിന്റെ കയ്യിലേക്ക് ആയി പോകുമോ, അല്ലെങ്കിൽ അദ്ദേഹത്തിനുള്ള പ്രേക്ഷകർ സാധാരണക്കാര് അല്ലെങ്കിൽ കുട്ടികൾ അല്ലെങ്കിൽ സ്ത്രീകൾ അല്ല ജനപ്രിയ നായകൻ അതിന് ആയി പോകുമോ എന്ന് ഭയന്നുകൊണ്ട് ഇപ്പോഴും പണി ചെയ്യുന്നുണ്ട്. ആ പണിയായി കാണുന്നത്, ആ പണിയായി ഭാഗ്യലക്ഷ്മി ചെയ്യുന്നത്, ആ പണിയാണ് ഈ ഇവിടുത്തെ സാധാരണക്കാരനെ കൊണ്ട് അവർ ഇൻഡയറക്റ്റ് ആയിട്ട് ചെയ്യിപ്പിക്കുന്നത്. ആ പണിക്ക് വേണ്ടിയാണ് അവർ കവലകളിൽ ഇതുപോലെ അവൾക്കൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് ആൾക്കാരെ വിളിച്ചു കൂട്ടുന്നത്. അവൾക്കൊപ്പം എന്ന് പറഞ്ഞാൽ അവർക്കില്ലാത്ത ഒരു സങ്കടമല്ലേ ഭാഗ്യലക്ഷ്മിക്ക്.